മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. മഹാകരുണയും കൃപയുമുള്ളോൻ, ദീർഘക്ഷമയും ദയയുമുള്ളോൻ, മഹാകരുണയും കൃപയുമുള്ളോൻ, ദീർഘക്ഷമയും ദയയുമുള്ളോൻ. നിത്യരാജത്വം നിനക്കുള്ളത്, ആധിപത്യവും നിന്റേതല്ലോ. നിന്റെ നീതിയെ ഘോഷിച്ചിരും, നിന്റെ നന്മയെ ഓർമ്മിച്ചിരും. നിന്റെ നീതിയെ ഘോഷിച്ചിരും, നിന്റെ നന്മയെ ഓർമ്മിച്ചിരും. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ബിനോയ് മണി പാമ്പക്കുട ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ സുപ്രഭാതം ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. മനോഹരമായിരിക്കുന്ന ഒരു ദിവസം കൂടി സ്വർഗത്തിൽ ദൈവം നമുക്ക് ദാനമായി നൽകി തന്നിരിക്കുകയാണ്. നമ്മളെപ്പോലെ ഇന്നലെ രാത്രിയിൽ ഉറങ്ങുവാൻ കിടന്നവർ പലരും ഈ പ്രഭാതം കാണാതെ നിത്യനിദ്രയിലേക്കായപ്പോൾ നാം ഇതുവരെയും ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത നല്ലൊരു പ്രഭാതം കാണുവാൻ കൊണ്ട് ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം നൽകി തന്നു. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്ക് വേണ്ടി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിലെ 8-ാമത്തെ വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. വളരെ മനോഹരമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നോക്കി അവിടെ ചുറ്റും കടന്നു വന്നിരുന്ന പ്രിയ ജനങ്ങളെ എല്ലാം നോക്കിക്കൊണ്ട് കർത്താവ് വളരെ പ്രത്യാശ കൊടുക്കുന്ന, സമാധാനം കൊടുക്കുന്ന, അവരുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന ചില വാക്കുകൾ തൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട് അത് വിശ്വപ്രസിദ്ധമായ ഒരു പ്രസംഗമായി തീർന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ലോകക്കാലത്തും മനുഷ്യന് ആവശ്യബോധവും അർത്ഥവത്തും ജീവിതത്തിന് മുൻപോട്ട് പോകുവാൻ ഉതകുന്നതുമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇത്. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയത്തിൻ്റെ ശുദ്ധി എങ്ങനെ നമുക്ക് കരഗതമാക്കുവാൻ കഴിയും? ചില കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഹൃദയങ്ങളൊക്കെ അനേക മുറിവുകളാലും വേദനകളാലും നിരാശകളാലും സങ്കടങ്ങളാലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഒരുപക്ഷെ നമുക്ക് ലഭിച്ച അവഗണനകൾ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റ പരിഹാസങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പരാജയങ്ങൾ ഒക്കെ ആഴമേറിയ മുറിവുകളായി പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ കുത്തി നോവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആഴമേറിയ ഈ വേദനകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പകയും പിണക്കവും നിരാശയും വേദനയും അമർഷവും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഇതുപോലുള്ള അനേക സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കുവാൻ കഴിയും? എങ്ങനെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയും? എങ്ങനെ നമുക്ക് മറ്റൊരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുവാൻ കഴിയും? വളരെ വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ സമ്മതിക്കും. എങ്കിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച പരമപ്രധാനമായിരിക്കുന്ന ഒരു സത്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വിശ്വപ്രസിദ്ധമായിരിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആത്മാർത്ഥത നിറഞ്ഞ ആശ്വാസം കൊടുക്കുന്ന, അനേകരോട് ക്ഷമിക്കുവാൻ പിതാവിനോട് ആവശ്യപ്പെടുന്ന ഹൃദയവർജകമായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥന നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. എപ്പോഴാണ് ഈ പ്രാർത്ഥിക്കുന്നത്? തൻ്റെ ശരീരം മുഴുവൻ റോമൻ ചവിട്ടി കൊണ്ട് അടിച്ച് മുറിവുകളാലും ചതവുകളാലും മേലാസകലം വേദനപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ തലയെ മുൾമുടി അടിച്ചു കയറ്റി 3 ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് കർത്താവ് കാൽവരി ക്രൂശിലേക്ക് നടന്നു പോകുന്നു. പൊടിപടലങ്ങൾ തൻ്റെ ശരീരത്തിൽ ആസകലം വീണ് വിയർപ്പ് തുള്ളികളുടെ ഉപ്പുരസത്താൽ ചുട്ടു നീറുന്ന വേദനയുടെ നടുവിൽ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്,
പിതാവിൻ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാണ്ട് ഇവരോട് ക്ഷമിക്കണം. ക്ഷമിക്കുന്ന സ്നേഹം. നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ സമാധാനമുള്ള ജീവിതം നയിക്കുവാൻ കഴിയൂ. ജീവിതത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു കാര്യമാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത്. നമ്മളെ പരിഹസിക്കുന്നവരോട് ക്ഷമിക്കുവാൻ കഴിയണം. നമ്മളെ പരാജയപ്പെടുത്തിയവരുടെ നേരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് നമുക്ക് ക്ഷമിക്കുവാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അവഗണിച്ചവരെ, നിന്ദിച്ചവരെ ഒക്കെ ഇവിടെ നമുക്ക് ക്ഷമിക്കുവാൻ കഴിയണം. അപ്പോൾ മാത്രമാണ് വിജയപ്രദമായിരിക്കുന്ന ഒരു ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ തന്നെ നോക്കിക്കേ, തന്നെ ഉപദ്രവിച്ചവരോട് കർത്താവ് ക്ഷമിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. വേദപുസ്തകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായൊരു ഭാഗമാണ് ബറാബാസിനെയും കർത്താവിനെയും നിർത്തിയിട്ട് ഇവരിൽ ആര് നിങ്ങൾക്ക് വേണം എന്ന് ചോദിക്കുമ്പോൾ ബറാബാസിന് മതി എന്ന് പറയുന്ന ജനത്തിന്റെ ആരവം നമുക്കവിടെ കേൾക്കാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ കർത്താവ് ആ സമയത്ത് കണ്ണ് ഉയർത്തി അവിടെയുള്ള ആളുകളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അനേകർ കർത്താവിന്റെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങി ഭക്ഷിച്ചവരായിരുന്നു. അനേകർ അവിടെ സൗഖ്യം പ്രാപിച്ചവരുണ്ടായിരുന്നു. അനേകർ കർത്താവിന്റെ ലാവണ്യ വാക്ക് കേട്ട് ആശ്വാസം പ്രാപിച്ചവരുടെ ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധ നിലകളിൽ യേശുക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചവർ, സൗഖ്യം പ്രാപിച്ചവർ ഒക്കെ അവിടെയുണ്ട്. പക്ഷെ അവര് എല്ലാവരും കർത്താവിനെ അവഗണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപരിചിതത്വവും പകയും പരിഹാസവും അവരുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട് കർത്താവിനെ വേദനിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എങ്കിലും അവരോട് കർത്താവിന് ക്ഷമിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമുക്കും എന്തുകൊണ്ട് നമ്മുടെ സഹജീവികളോട് ക്ഷമിക്കുവാൻ കഴിയുകയില്ല? നാം ക്ഷമിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയം ശാന്തമാവുകയും നമുക്ക് സമാധാനം കണ്ടെത്തുവാൻ കഴിയും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ താക്കോൽ അത് നമ്മുടെ കയ്യിലാണ്. എൻ്റെ ജീവിതം ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് തീരുമാനിക്കാനുള്ള ആ താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. ഒരുപക്ഷെ ആ താക്കോൽ കൊണ്ട് എനിക്ക് സന്തോഷമുള്ള ജീവിതത്തിലേക്ക് തുറന്ന് കയറുവാൻ കഴിയും. അതല്ല, ആ താക്കോല് കൊണ്ട് നരകത്തിന്റെ യാതന നിറഞ്ഞ, സങ്കടം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് തുറന്ന് എനിക്ക് പ്രവേശിക്കാൻ കഴിയും. എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ആർട്ടിക്കിൾ ഞാനിങ്ങനെ ഓർക്കുകയാണ്. ഒരു പാതി ചില്ലുകൊണ്ട് മറച്ച ഒരു ജനൽ, അതിന്റെ പാതി പാളിയിൽ ചില്ലൊന്നുമില്ല, അത് ബ്ലാങ്കായിട്ട് ഇങ്ങനെ കിടക്കണം, ഹോളായിട്ട് കിടക്കുകയാണ്. എന്നാൽ ഒരു പക്ഷി അവിടെ പറന്നു വന്ന് ആ പക്ഷിയുടെ ആവശ്യം ആ പുറത്തേക്ക് പറന്നു പോവുക എന്നുള്ളതാണ്. എന്നാൽ അത് ആ ചില്ലിന്റെ അടുത്ത് വന്ന് നിന്ന് ആ ചില്ല് കൊത്തി പൊട്ടിക്കുവാൻ ശ്രമിക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ അത് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, ഒരു 3-4 സ്റ്റെപ്പുകൾ ഇപ്പുറത്തേക്ക് വെച്ചാൽ അവിടെ ചില്ലില്ലാത്ത ഹോളായിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിലൂടെ ഒരു സുഖമായിട്ട് ആയാസരഹിതമായിട്ട് പറന്ന് പുറത്തേക്ക് പോകാൻ കഴിയും. എന്നാൽ അവിടെ നോക്കാതെ ഈ ചില്ലിൽ, തന്റെ പ്രതിബന്ധമായിരിക്കുന്ന ചില്ലിൽ കുത്തി 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 ഒടുവിൽ അത് തളർന്നു വീഴുന്ന നമുക്ക് കാണാൻ കഴിയുന്നു. പലപ്പോഴും നമ്മളൊക്കെ അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മേൽ പിന്നെയും പിന്നെയും ആഞ്ഞടിച്ച് ഒടുവിൽ ആ പ്രശ്നം തന്നെ നമ്മുടെ ജീവിതത്തിന് വലിയ കുരുക്കായി നമ്മൾ തളർന്നു പോകുന്നത് കാണാൻ കഴിയുന്നു. എന്നാൽ അതിനിപ്പുറത്തൊരു വാതിലുണ്ട്, യേശുക്രിസ്തുവാകുന്ന വാതിൽ, സമാധാനത്തിന്റെ വാതിൽ, സന്തോഷത്തിന്റെ വാതിൽ. ആ വാതിലിലൂടെ നമുക്ക് വെളിച്ചത്തിലേക്ക് നടക്കുവാൻ കഴിയും. ഇരുൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഒരു വാതിലുണ്ട്. ആ വാതിലിലൂടെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഉയർന്ന വിഹായസുകളും ഉയർന്ന മലകളും നയനമനോഹര സുന്ദരമായിരിക്കുന്ന പ്രപഞ്ചത്തെയൊക്കെ കണ്ട് സന്തോഷകരമായിരിക്കും ജീവിതം നയിക്കുവാൻ കഴിയും. അതിന്റെ താക്കോൽ അത് നമ്മുടെ കയ്യിലാണ്. നമ്മളാണ് ആ തീരുമാനമെടുക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സമർപ്പണമാണ്. നാം ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അത് വിജയിപ്പിക്കുവാനുള്ള ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്കൊരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് നമുക്ക് ആവശ്യമാണ്. നിങ്ങളൊരു പക്ഷേ ഒരു ജോലി ചെയ്യുന്ന ആളായിരിക്കാം. ആ ജോലിയിൽ നിങ്ങൾക്കൊരു സമർപ്പണം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യം. നിങ്ങളൊരു പക്ഷേ കർത്താവിന് വേല ചെയ്യുന്ന ഒരാളായിരിക്കാം. ആ വേലയിൽ നിങ്ങൾക്കൊരു സമർപ്പണം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഏതൊരു കാര്യവും സന്തോഷത്തോടെ ആത്മാർത്ഥമായി ആസ്വദിച്ച് ചെയ്താൽ അത് പെട്ടെന്ന് വിജയിക്കുന്നവരമായി തീരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എവിടെയാണ് നമുക്ക് പരാജയം സംഭവിക്കുന്നത്? പലപ്പോഴും പല ആളുകളും അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള ജീവിതമായിരിക്കില്ല അവർക്ക് ലഭിക്കുന്നത്. പലപ്പോഴും അവർക്ക് കിട്ടുന്ന ജോലി അവരുടെ ആഗ്രഹത്തിനും അവരുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ പറ്റുന്നതായിരിക്കില്ല. അതുകൊണ്ട് അവർ നിരാശരായി അവർ തളർന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. നമുക്ക് ലഭിച്ച ജോലി, നമ്മളെ ദൈവം ഏൽപ്പെടുന്ന ഉത്തരവാദിത്വം, അത് സന്തോഷത്തോടെ നമ്മളത് സമർപ്പണത്തോടെ ചെയ്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം നമുക്കുണ്ടാകേണ്ടത്. നമുക്കൊരു സമർപ്പണം വളരെ ആവശ്യമാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ദാനിയേലിന്റെ പുസ്തകം
3-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ്. ശദ്രക്, മേശക്, അബേദ്നെഗോ അവരെ അവിടെ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. രാജാവിനെ കുമ്പിട്ടാൽ ജീവനോടെ തിരിച്ചു പോകാം, രാജാവിനെ വണങ്ങിയില്ലെങ്കിൽ അവിടെ കത്തുന്ന തീച്ചൂളയിലേക്ക് അവർ എറിയപ്പെടും. എന്നാൽ അവരുടെ വാക്കുകളാണ് ഏറ്റവും ശ്രദ്ധേയം. അവർ പറയുകയാണ്, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ നിന്റെ വിഗ്രഹത്തെ സേവിക്കുകയില്ല. അതാണ് സമർപ്പണം എന്ന് പറയുന്നത്. എൻ്റെ ദൈവം ആരാണെന്നുള്ള എൻ്റെ തിരിച്ചറിവ്, എൻ്റെ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ഞാൻ വിധേയപ്പെട്ടു കൊടുക്കുന്നത്. 3, എൻ്റെ തീരുമാനം, എൻ്റെ ദൈവത്തെ വിട്ട് ഞാൻ ഒരിക്കലും പോവുകയില്ല എന്നുള്ള തീരുമാനം. ആ തീരുമാനത്തിൻ്റെ മുൻപിൽ ദൈവം 4-മനായി ആ തീച്ചൂളയിലേക്ക് ഇറങ്ങി വന്ന് അവരെ രക്ഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സമർപ്പണം അത് ഏറ്റവും വലിയ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രഭാതത്തിൽ 3 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 1, ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുക. 2, നമ്മുടെ ജീവിതത്തിൻ്റെ താക്കോൽ അതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് നാം തിരഞ്ഞെടുക്കുക. 3, ഒരു സമർപ്പണം. അത് ഏത് ജീവിതമാണെങ്കിൽ ആ ജീവിതത്തോട്, ജീവിത വഴികളോട് നമുക്കൊരു സമർപ്പണം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ തീർച്ചയായും വിജയകരമായിരിക്കുന്ന, അനുഗ്രഹമായിരിക്കുന്ന, സന്തോഷകരമായിരിക്കുന്ന ജീവിതം നയിക്കുവാൻ കഴിയും. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഹൃദയശുദ്ധിയുള്ള മനുഷ്യർ ഭാഗ്യവാൻ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ഈ പ്രഭാതം ആരംഭിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.